ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി ഇന്ന് റിലീസായ ആപ് കൈസേ ഹോ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, ബാച്ചിലർ പാർട്ടി ഇങ്ങനെ പോകുന്നു. ഫസ്റ്റ് ഹാഫ് സ്ഥിരം കാണുന്ന കോമഡികളും ചളികളുമൊക്കെ തന്നെയാണുള്ളത്. BGM അടിപൊളിയായി സിനിമയുടെ സ്കോർ കൂട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മൊത്തത്തിൽ തട്ടിക്കൂട്ടി ചെയ്തു വച്ചിരിക്കുന്ന ഒരു സിനിമ എന്നേ പറയാനുള്ളൂ. എല്ലാ സിനിമകളിലും ഉള്ള പോലെയൊക്കെ തന്നെയാണ്. പുതിയതായി ഒരു എലമെൻ്റ് പോലും പറയാനില്ല. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് മനോഹരമാക്കാനുള്ള കഠിന പ്രയത്നമാണെന്ന് തോന്നി. സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നൊരു സംശയം തോന്നി. അറിയില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. ക്ലൈമാക്സ് വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞൊപ്പിച്ചു. വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമെന്നേ പറയാനുള്ളൂ. ധ്യാൻ ശ്രീനിവാസൻ്റെ പഴയ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. എന്തായാലും ഈ സിനിമ എന്നെ ഒരുപാട് നിരാശപ്പെടുത്തി. കൂടുതൽ എക്സൈറ്റ്മെൻറ്റുമായി ആരും ഈ സിനിമയ്ക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല. ഡയറക്ടർ വിനയ് ജോസ് ആണ്. റൈറ്റർ ധ്യാൻ ശ്രീനിവാസനാണ്. നായകനും ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അജു വർഗീസ്, സൈജു കുറുപ്പ്, തൻവീർ റാം, ഇടവേള ബാബു തുടങ്ങിയവർ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അഖിൽ ജോർജ് ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആനന്ദ് മധുസൂദനാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുമായിരിക്കും. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കാണാത്തവർ കാണാൻ ശ്രമിക്കുക.